രജനികാന്ത് ഇനി ഒരു 50 വർഷം കൂടി അഭിനയിക്കും. വരാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ആരോഗ്യനില കാരണം രജനികാന്തിന് തന്റെ കരിയർ എന്തായാലും നിർത്തേണ്ട ഒരു സാഹചര്യം വരും. അന്ന് ഒരു പുതിയ ഏജൻസി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയ ഒരു പ്രൊഡക്ഷൻ ഹൗസ് രജനികാന്തിനെ കാണാൻ വരുന്നു. എന്നിട്ട് ഒരു കരാറിൽ ഒപ്പിടുന്നു. എന്താണ് ആ കരാർ? രജനികാന്തിന്റെ ജീവിതകാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ AI ഫേസ്, AI ബോഡി, മാനുവിസം തുടങ്ങി AI സൗണ്ട് വരെ ഈ ഏജൻസിക്ക് മാത്രമേ ഉപയോഗിക്കാൻ അവകാശമുള്ളൂ. ഇനി അഥവാ മറ്റാർക്കെങ്കിലും അത് സിനിമയിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ ഏജൻസിയുടെ സമ്മതം വേണം. ആ സമ്മതത്തിന് ഇവർ പറയുന്ന പ്രതിഫലം കൊടുക്കേണ്ടി വരും. അത് എത്ര കോടികളായാലും. ഇത് വലിയ ഒരു ബിസിനസ് സാധ്യതയാണ്. എന്നാൽ രജനികാന്തിനെ വെച്ച് എത്ര നാൾ ഇവർ സർവേ ചെയ്യും? പ്രേക്ഷകർക്ക് ഇത് കണ്ടു മടുക്കില്ലേ? അവിടെയാണ് ഇതിന്റെ അടുത്ത സ്റ്റേജ്. രജനികാന്ത് ക്ലിക്ക് ആവുന്നതോടുകൂടി മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ കയ്യിൽ നിന്നും ഇവർ കരാറുകൾ ഒപ്പിട്ട് വാങ്ങാൻ തുടങ്ങും. ഇതേ സമയം മറ്റു ഏജൻസികളും ഇതുപോലെ കൊണ്ടുവരും, ഇവരോടൊപ്പം കോമ്പറ്റ് ചെയ്യും. എന്നാൽ ഫസ്റ്റ് മൂവ് നടത്തിയതാരാണോ അവരായിരിക്കും ഇവിടുത്തെ മോണോപ്പൊളി ആവാൻ പോകുന്നത്. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് AI സൂപ്പർ സ്റ്റാർസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. മുഴുവനായും AI കഥാപാത്രങ്ങളെ വെച്ച് സംഭവിക്കാൻ പോകുന്ന സിനിമകളാണ് നമ്മുടെ തൊട്ടു മുമ്പിലുള്ളത്. എന്നാൽ എന്തുകൊണ്ട് രജനികാന്ത്? ഇതെല്ലാം ലീഗലി പോസിബിൾ ആണ്. എന്തെല്ലാമായിരിക്കും ഇതിന്റെ വെല്ലുവിളികൾ? പക്ഷേ ഈ കാലത്തെ സൂപ്പർ സ്റ്റാർസ് അന്ന് ഹിറ്റാവും. അങ്ങനെ ആയ ചരിത്രമുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആരാണോ ആദ്യം കാലെടുത്ത് വെക്കുന്നത് അവരാണ് ഇവിടെ കോടീശ്വരനാവാൻ പോകുന്നത്.